എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്റ്റഫ്ഡ് ബട്ടൂരയാണ്. നല്ല ക്രീമി സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടൂരയ്ക്കുള്ള മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടൂര നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ തൈരാണ്. ഒരുപാടങ്ങ് പുളിച്ചു പോയിട്ടുള്ള തൈരല്ല, അത്യാവശ്യം പുളിയുള്ള തൈര് 1/2 കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മളിത് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി മാവൊന്നും കുഴയ്ക്കുന്ന പോലെയല്ല കേട്ടോ കുഴയ്ക്കേണ്ടത്. അത്യാവശ്യം കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു മാവായിട്ട് വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള മാവായിരിക്കണം, പക്ഷെ നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ടൊന്ന് പരത്തിയിട്ടും എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ ഒരു കട്ടിക്ക് അനുസരിച്ച് മാവ് ഒരുപാടങ്ങ് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വല്പം പൊടിയും കൂടി ചേർത്ത് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അത്യാവശ്യം നമ്മളിത് ലൂസാക്കിയിട്ടാണ് കുഴച്ചിട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരു സ്വല്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ ഇതുപോലെ നല്ല പോലെ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം ഓയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് മൂടിയിട്ട് ഒരു 1-1.5 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 300 ഗ്രാമോളം ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലില്ലാത്ത ചിക്കൻ വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തൈരിന് പകരമായിട്ട് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലൊരു സ്വല്പം മുളക് പൊടി കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുള്ളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ട. കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് അങ്ങെടുത്ത് മാറ്റിയേക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസ് നമുക്കൊരു പകുതി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഒരു പകുതി വേവായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മൾ പാസ്തയ്ക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, തീ നല്ല പോലെ തന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാൽ വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാൽ നമ്മൾ മുഴുവനായിട്ടല്ല കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, കുറേശ്ശായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു 1/2 കപ്പ് എടുത്തിട്ട് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1/4 കപ്പ് പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ആദ്യം മുതലേ നമ്മൾ തീ നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് കുറുകി പോവും. ഇതുപോലെ നല്ലൊരു ക്രീമി ആയിട്ടുള്ള പരിവായി കിട്ടുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ അങ്ങ് കുറുകി പോവും. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കുറച്ചും കൂടി ഞാൻ കൈ വെച്ചിട്ടൊന്ന് പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സ്പ്രിംഗ് ഓനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എരിവ് ഒരു സ്വല്പം കുറവാണ്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റിയേക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ക്യാബേജ് ഇതുപോലെ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി സ്പൈസി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ മാവ് ഇവിടെ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതുപോലെ ഒരു പകുതി മാവ് എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. പൊടി തൂക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് പൊടി തൂക്കണേ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയിട്ടെടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കട്ടിക്ക് വേണ്ടത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയിട്ട് ഞാൻ എത്ര കട്ടിക്കാണ് നമുക്കിത് വേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം കട്ടിക്ക് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, റൗണ്ടാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. റൗണ്ടാക്കിയിട്ട് നമ്മൾ എടുത്താലും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമുക്ക് പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് പരത്തി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൂട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും സ്വല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാവ് ആദ്യം ഈ ഒരു മുട്ടയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്കൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തതും ആദ്യം ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന ഓയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് അങ്ങ് തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് തീ കുറയ്ക്കാൻ വേണ്ട. ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. സാധാരണ നമ്മൾ ബട്ടൂര ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ മുട്ടയും ബ്രെഡ് ക്രംസ് ഒന്നും ആക്കാതെ ഫ്രൈ ചെയ്തിട്ട് എടുത്താലും മതി. ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ചെയ്യുമ്പോഴാണ്. ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകം കണ്ടില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് നിറയാനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ടാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഈ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനകത്തെല്ലാം ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ അകത്തെ ഒരു ഫില്ലിങ്ങിനും പുറമേ ഉള്ള ഒരു ബട്ടൂരയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ക്രീമി സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.